അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹു അനുഗ്രഹിച്ചു തരുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ ശരിയാവുക എന്നുള്ളത് ഒരു വലിയ മഹാഭാഗ്യവും ആണ്. ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർക്ക് ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. സയ്യിദ് ബിൻ ഖത്താബ് എന്നാണ് പേര്. നമുക്ക് പലർക്കും ഒരു പക്ഷേ അങ്ങനെ ഒരു പേരറിയില്ലായിരിക്കും. പക്ഷേ ബഹുമാനപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനേക്കാളും മുന്നിൽ ഇസ്ലാം മതം സ്വീകരിച്ച ഒരാളാണ്. ഒരു ദിവസം ഒരു യുദ്ധത്തിന് വേണ്ടി രണ്ട് പേരും ഇങ്ങനെ നടന്നു പോവാണ്. കുതിരപ്പുറത്ത് നടന്നു പോവാണ്. അപ്പോഴാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ശ്രദ്ധിക്കുന്നത് തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് പടച്ചട്ടയില്ല. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ പടച്ചട്ട അഴിച്ച് സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്തു. ഇത് കണ്ടപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നതും നമ്മളൊക്കെ കരുതുന്നതും ജ്യേഷ്ഠനോടുള്ള സ്നേഹം കൊണ്ട് ഒരു പക്ഷേ ആ പടച്ചട്ട ജ്യേഷ്ഠനില്ലാതിരുന്നാൽ ജ്യേഷ്ഠനെങ്ങാനും അമ്പോ മറ്റോ കൊണ്ടുകൊണ്ട് മരണപ്പെട്ടു പോകും എന്ന് പേടിച്ച് ജ്യേഷ്ഠനോടുള്ള സ്നേഹം കൊണ്ട് കൊടുത്തതാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുക. എന്നാൽ സംഭവം അങ്ങനെയല്ല. ആ പടച്ചട്ട കൊടുക്കുന്നത് ഷഹീദാകാനുള്ള സാധ്യത കുറവാണ്. പടച്ചട്ട അണിഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഷഹാദത്തിനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഇത് ജ്യേഷ്ഠന് കൊടുത്താൽ എനിക്ക് ഷഹാദത്തിനുള്ള സാധ്യത കൂടുതലാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് കൊടുക്കുന്നത്. ഇത് കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഉമറേ, നിൻ്റെ വളവൊക്കെ അവിടെ വെച്ചേക്ക്. നിന്നേക്കാൾ കൂടുതൽ യുദ്ധത്തിൽ ഷഹാദത്ത് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇതണിഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യാൻ തൽക്കാലം ഞാൻ തയ്യാറല്ല. എനിക്ക് യുദ്ധത്തിൽ ഷഹീദാവണം എന്നുണ്ട്. അതുകൊണ്ട് നിൻ്റെ മനസ്സിലുള്ളതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹം ആ പടച്ചട്ട തിരസ്കരിക്കുകയാണ്, വാങ്ങാതെ പോവുകയാണ്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പടച്ചട്ട ഒരു ഭാഗത്തോടെ മാറ്റിവെച്ചു. രണ്ടുപേരും പടച്ചട്ട ഇല്ലാതെയാണ് ആ യുദ്ധത്തിൽ യുദ്ധം ചെയ്തത്. പക്ഷേ രണ്ടാളും അതിൽ ഷഹീദായില്ല. പിൽക്കാലത്ത് അവരാഗ്രഹിച്ചതുപോലെ അമീറുൽ മുഅ്മിനീനും പിൽക്കാലത്ത് ഷഹീദായി. അതേപോലെ തന്നെ സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് ഷഹീദാവുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രണ്ട് പേരുടെയും ഈമാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഒരു ഷഹീദായി എത്താനുള്ള അവരുടെ മനസ്സിൻ്റെ വലുപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ ഈമാൻ നമ്മൾ അളക്കേണ്ടത്. എപ്പോഴും പടച്ച റബ്ബ് എന്നുള്ള ഒരു ചിന്തയോടുകൂടി ജീവിക്കുന്ന സ്വഹാബികളായിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു ചിന്ത നമുക്കും ഉണ്ടാകും. എപ്പോഴും അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് എത്തുക എന്നുള്ളത്, അത് വലിയ മഹാഭാഗ്യത്തോടു കൂടി എത്തിച്ചേരുക എന്നുള്ളത് ഒരു മുഅ്മിനിൻ്റെ ഭാഗ്യമാണ് എന്ന തോന്നൽ എപ്പോഴും ഒരാളിലുണ്ടാകുമ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ വലിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.